നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നിനക്ക് കുടിക്കാൻ എന്താ വേണ്ടത്? കോഫി മതി. ആ, ഞാൻ ദാ കൊണ്ടുവരുന്നു. നീ ഇരിക്ക്. ഒരിക്കൽ നീ എൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോയതാ. ഇത്തവണ അത് സംഭവിക്കില്ല. ഇത് കുടിച്ച് നിന്റെ ബോധം കെട്ടുകഴിഞ്ഞാൽ പിന്നെ നീ എൻ്റെ നിയന്ത്രണത്തില. നിന്നെ നശിപ്പിച്ചിട്ട് വേണം ഗിരിയോട് എനിക്ക് പകരം ചോദിക്കാൻ. കോഫി കുടിക്ക്. എന്നാലും നിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി ഞാൻ പറയോ, സഞ്ജയുടെ കൂടെ നടക്കുമ്പോ അവൻ വാങ്ങിത്തരുന്ന കാപ്പിയോ ജ്യൂസോ ഒന്നും നീ കുടിക്കരുത്. അതിൽ എന്തൊക്കെ കലക്കിയിട്ടുണ്ടെന്ന് പറയാൻ പറ്റില്ല. കുടിക്ക്. ഒരു മിനിറ്റ്. ഹലോ, കുടിക്ക്. അപ്പൊ എന്നെ ബോധം കെടുത്തി പീഡിപ്പിക്കാനായിരുന്നു നിന്റെ പരിപാടി അല്ലേടാ?
ഇതെന്താ സാധനം? ആഹാ, ഇവനിത് വാങ്ങിയോ? മുകുന്ദ, മുകുന്ദ. ആ വരുന്നമ്മേ. നേരത്തെ വന്നോ? എടാ, നീ ഇത് വാങ്ങിയോ? ആ 1500 രൂപ. എടാ, ഇതിന് അത്രയും രൂപയൊന്നുമില്ല. ആ അതെനിക്കറിയായിരുന്നു, എന്നാലും വാങ്ങിച്ചില്ലേ? എത്രയായാലും കുഴപ്പമില്ല. ഇത് ഞാൻ വാങ്ങിക്കണമെന്ന് വെച്ചിരിക്കായിരുന്നു. എന്നാലും നീ ഈ പിശുക്ക് വെച്ചിട്ട് ഇത് വാങ്ങിക്കാൻ ഒരു സാധ്യതയും കാണുന്നില്ലല്ലോ. എന്താ ഇത്? എനിക്ക് അമ്മയുടെ മനസ്സ് വായിക്കാൻ പറ്റൂലേ? ഇത് അമ്മ എന്തുമാത്രം ആഗ്രഹിക്കുന്നെന്ന് എനിക്കറിയില്ലേ? മതി മതി മതി. ഓ, ഇത്രയും നുണ പറയാൻ അറിയാത്തൊരു വക്കീലിനെ എന്റെ ജീവിതത്തെ ഞാൻ ഒന്ന് കണ്ടിട്ടുണ്ട്. പോവാമ്മേ. സത്യം പറ, ഇതെന്തിനാ വാങ്ങിയേ? അത് ഇത്രയും രൂപ കൊടുത്ത്? ആ അതൊരു വാശിക്ക് വാങ്ങിയതാ. വാശിയോ? മനസ്സിലായില്ല. മനസ്സിലാക്കിപ്പിച്ച് തരാം. ഇതിൽ നിന്നും നിനക്ക് എന്താണ് മനസ്സിലായത്? ആ വാശിക്ക് വേണ്ടി പണം കളയരുതെന്ന് പഠിച്ചു. കൊല്ലി ഞാൻ. എടാ, മഹിമയ്ക്ക് നിന്നെ ഇഷ്ടമാണെന്ന് മനസ്സിലാക്കാൻ ഇതിനേക്കാൾ വലിയൊരു തെളിവ് വേണോ? അവള് വെറുതെ തമാശക്ക് കൊണ്ടൊരു നാടകം കളിച്ചായിരിക്കമ്മേ. എടാ, ഈ കാര്യത്തിൽ പെൺകുട്ടികൾ, പ്രത്യേകിച്ച് മഹിമയെ പോലൊരു കുട്ടി, ഒരിക്കലും തമാശ പറയില്ല. നീ ധൈര്യമായിട്ട് അവളോട് ഇഷ്ടം പറ. ഇതിനേക്കാൾ കൂടുതൽ സ്നേഹം തുറന്നു കാണിക്കാൻ ഒരു പെൺകുട്ടിക്കും സാധിക്കില്ല. വെറുതെ സംശയിച്ചു നിന്ന് അവളെ കൈവിട്ട് കളയരുത്. ഏതായാലും ഇത് വാങ്ങിയത് നന്നായി, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ഓർത്തിരിക്കുകയായിരുന്നു ഇതൊന്ന് വാങ്ങിക്കണമെന്ന്. അമ്മ പറഞ്ഞതിൽ കാര്യം ഉണ്ടാവോ? വെറുതെ ഇങ്ങനൊരു നാടകം അവള് കളിക്കോ? അവക്കെന്റെ ഭാര്യയായിട്ടപ്പോഴേക്കും ഒരു സന്തോഷമൊക്കെ ഉണ്ടായിരുന്നത്. എനിക്കും ആ നാടകം അവസാനിക്കരുതേ എന്ന് തോന്നിയതാ. ഇപ്പൊ എന്റെ മനസ്സിലുള്ള തുറന്നു പറഞ്ഞാൽ ഞാൻ അവളെ മുമ്പ് കൊച്ചാവോ? കരിയറിൽ എന്തെങ്കിലുമൊക്കെ ആവണമെന്ന് ഡയലോഗ് അടിച്ചിട്ട് പ്ലേറ്റ് മറിച്ച പോലെ ആവോ? ഏയ്, വെറുതെ സ്വന്തം വില കളയണ്ട. ആ അവളായിട്ട് ഇഷ്ടം പറയുകയാണെങ്കിൽ നോക്കാം, വെറുതെ റിസ്ക് എടുക്കണ്ട.